അഗതികൾക്കെന്നും ആശ്രയമേ. അമ്മേ അമല മനോഹരിയേ, അഗതികൾക്കെന്നും ആശ്രയമേ. അലിവിൻ നിറവേ, കനിവിൻ പൊരുളേ, അടിയങ്ങൾക്കെന്നും അഭയം നീയേ. അലിവിൻ നിറവേ, കനിവിൻ പൊരുളേ, അടിയങ്ങൾക്കെന്നും അഭയം നീയേ. അടിയങ്ങൾക്കെന്നും ശരണം നീയേ. എൻ്റെ നല്ല അമ്മയെക്കുറിച്ച് ഉള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിന് ഞാൻ പ്രത്യേകമായി ദൈവത്തോട്, പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ അമ്മയെക്കുറിച്ച് പറയാനുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ പരിശുദ്ധ അമ്മ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തി തന്നതായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടത്തിൽ, എൻ്റെ വളരെ ചെറുപ്പത്തിൽ വീട്ടിലൊത്തിരി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലത്തും ഞാൻ അമ്മയുടെ നാമത്തിലുള്ള പള്ളി, ആ പള്ളിയിൽ പോയി അതിരാവിലെ പോയി പള്ളിയിൽ പോയി അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന, അമ്മയുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഞാൻ പറയുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഒരു നല്ല അമ്മയായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും എന്നെ ഒത്തിരി അനുഗ്രഹിച്ച് എനിക്ക് നല്ല മാർഗങ്ങളും നല്ല നിർദ്ദേശങ്ങളും പറഞ്ഞു തരുന്ന വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത്രമാത്രം അമ്മ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ സഹായിക്കുകയും എൻ്റെ ഒരു നല്ല അമ്മയായിട്ട് എൻ്റെ കൂടെയുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ആ അമ്മ എന്നെ നടത്തുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മ ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ ആ പ്രാർത്ഥന മാത്രമാണ് എനിക്ക് ഒരു അറിവായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ വേറെ കൂടുതൽ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഈ അമ്മയുടെ സന്നിധിയിൽ പോയിരുന്നു ജപമാലയെല്ലാം പോലും എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്ന് എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ എല്ലാം ഞാനിങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവങ്ങൾ. ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്ന് എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ഒത്തിരിയേറെ കരയും. അതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ പ്രാർത്ഥന, എൻ്റെ അറിവുള്ള പ്രാർത്ഥന അതായിരുന്നു. അങ്ങനെ ആ രീതിയിൽ പ്രാർത്ഥിച്ചിരുന്ന് എനിക്ക് കൂടുതൽ ഈശോയോട് അടുക്കുവാനുള്ള, ആ ചെറുപ്രായം മുതലേ ഈശോയോട് അടുക്കുവാനുള്ള ഒരു ആഹ്വാനം എനിക്ക് മാതാവാണ് തന്നുകൊണ്ടിരുന്നത്, അറിവ്. അങ്ങനെ ഞാൻ സാവകാശം ജപമാല ചെല്ലേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു. ആ ജപമാല ചെല്ലാനായിട്ട് തുടങ്ങി. ആ ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവം ഒത്തിരി എന്നെ അനുഗ്രഹിക്കുന്നതായിട്ടും ദൈവം തമ്പുരാൻ എന്നെ ആവശ്യമുള്ളതായിട്ടും ഒക്കെ എനിക്ക് തോന്നിയത് ഈ അമ്മയോടുള്ള പ്രാർത്ഥന വഴിയാണ്. അങ്ങനെ അമ്മ എന്നെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ഈശോയ്ക്ക് എന്നെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് കിട്ടിയത് അമ്മയിലൂടെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഏതൊരു സങ്കടത്തിലും അമ്മ എന്നെ സഹായിക്കുന്നു. ഒരു കുഞ്ഞിനെ സഹായിക്കുന്നത് പോലെ, ഒരമ്മ ഒരു കുഞ്ഞിനെ സഹായിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാ വേദനകളിലും അമ്മ എന്നെ സഹായിക്കുകയും എന്നെ പ്രത്യേകമായി എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരനുഭവം എനിക്ക് മാതാവിലൂടെ എനിക്കുണ്ടായി. ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഇന്ന് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ എന്നെ ഏറ്റവും ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയാണ്. ഞാൻ പുലർച്ചെ എഴുന്നേറ്റ് അമ്മയുടെ സന്നിധിയിലിരുന്ന് അമ്മയോട് ആലോചന ചോദിക്കുകയും അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴെനിക്ക് ആ ദൈവഹിതം തിരിച്ചറിയാനുള്ള ഒരു അനുഭവം കിട്ടുന്നത് ജപമാല പ്രാർത്ഥനയിലൂടെയാണ് ഇന്ന്. അങ്ങനെ ആ അമ്മ പരിപാലിക്കുകയും
അമ്മ നയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇന്നും എനിക്കുണ്ട്. എനിക്കൊരു വളരെ വിശ്വാസമുണ്ട്. ആ ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് ജപമാല ഒരു ഭക്തി മാത്രമല്ല, ജപമാല ഒരു ശക്തിയാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ ജപമാല വെറും ഒരു ഭക്തി മാത്രമല്ല, ജപമാല ഒരു ശക്തിയാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവത്തിലൂടെ എനിക്ക് ഇടയായിട്ടുണ്ട്. എനിക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴാണെങ്കിലും അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അമ്മയുടെ സന്നിധിയിലിരുന്ന് അമ്മയോട് ആലോചന ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടി കിട്ടുകയും അത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അത് ദൈവഹിതമായിരുന്നു എന്നറിയുന്നത് വളരെ സംതൃപ്തിയാണ്. മനസ്സിന് വളരെ സംതൃപ്തി ലഭിക്കുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ഫലം കാണുന്നു. അങ്ങനെയൊക്കെ മാതാവിൻ്റെ ആ സംരക്ഷണം കൂടുതൽ ഒത്തിരി പ്രയാസപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന സമയത്ത് അമ്മയുടെ ആ സന്നിധിയിലിരുന്നു കൊണ്ട്, ഒരു മകൻ ഇരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തോടെ അമ്മയുടെ സന്നിധിയിലിരുന്നു കൊണ്ട് ആ സങ്കടങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രയാസങ്ങൾ അമ്മയോട് പങ്കുവയ്ക്കുമ്പോൾ, ഒരു ജപമാല ചെല്ലുമ്പോൾ ഒക്കെ എനിക്ക് അനുഭവമുണ്ട്. അമ്മ എനിക്ക് കൂടെയുണ്ട്, അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ പല പ്രാവശ്യവും ഞാൻ അമ്മയുടെ സാന്നിധ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ വന്ന് നിൽക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ചില സന്ദർഭങ്ങളിൽ, ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നെ അമ്മ വിളിച്ചുണർത്തുന്ന അനുഭവം. രാത്രിയിലാണെങ്കിൽ വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അമ്മയോട് അപേക്ഷിച്ച് കിടക്കുന്ന അന്ന് അമ്മ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വലിയ ശക്തി അമ്മ തരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ അമ്മ പ്രത്യേകമായി സഹായിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാല്യം മുതൽ എനിക്ക് അമ്മ ഒരു നല്ല അമ്മയായിട്ടാണ് അമ്മയെ എനിക്ക് കാണാനും എനിക്ക് അനുഭവിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. മാതാവിനെ പറ്റി വ്യക്തിപരമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹങ്ങൾ മാതാവിൻ്റെ ഒത്തിരി സഹായത്താലാണ് എല്ലാ വിവാഹങ്ങൾ തന്നെ നടന്നത്. ഇപ്പോൾ 4 മക്കളുടെ വിവാഹം നടന്നു കഴിഞ്ഞു. എല്ലാറ്റിനും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അമ്മയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ച്, അമ്മയോടുകൂടി ഇരുന്ന് ആലോചന ചോദിച്ച്, ആ ജപമാല പ്രാർത്ഥനയിലൂടെയാണ് എല്ലാ സഹായങ്ങളും എനിക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് എങ്ങനെ നടത്തണം എന്ന് വിഷമിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അമ്മ സഹായിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അമ്മ വളരെ മരണാസന്ന നിലയിൽ ആശുപത്രിയിൽ രോഗിയായി കിടന്നിരുന്ന ആ സമയത്തായിരുന്നു ഇളയ മോളുടെ കല്യാണ ആലോചന വന്നത്. ആ സമയത്ത് എങ്ങനെ വിവാഹം നടത്തണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിൽ ഒക്കെ ആയിരുന്ന സമയത്തും ജപമാല പ്രാർത്ഥനയാണ് എനിക്ക് ധൈര്യം തരികയും എന്നെ സഹായിക്കുകയും ചെയ്തത്. അതുപോലെ മകളുടെ കല്യാണം യാതൊരു മുടക്കവും കൂടാതെ, തടസ്സവും കൂടാതെ എല്ലാം മാതാവ് എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്തു തന്ന് അമ്മയ്ക്ക് യാതൊരു ആപത്തും അനർത്ഥവും വരാതെ മാതാവ് കാത്ത് സൂക്ഷിച്ച് ആ വിവാഹം അങ്ങ് നടന്നു. അതുപോലെ 4 മക്കളുടെ വിവാഹവും നടക്കാനായിട്ട് അമ്മയുടെ സഹായമാണ്. ജപമാല പ്രാർത്ഥനയിലൂടെയാണ് എനിക്കത് മൂത്തമകൻ്റെ വിവാഹം തന്നെ ഇങ്ങനെ നടക്കാനായിട്ട് ഞാനത് അമ്മയോട് പ്രാർത്ഥിച്ച്, പെട്ടെന്ന് വന്ന ആലോചന, അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ വിവാഹം നടക്കാനായിട്ട് ദൈവം അനുവദിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു അമ്മയോടുള്ള പ്രാർത്ഥന. രണ്ടാമത്തെ മക്കളാണെങ്കിൽ ട്വിൻസാണ്, ഇരട്ട മക്കളാണ്. അതിന് ഞാനിതുപോലെ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാതാവേ, അതിന് വേണ്ട ഒരു കുടുംബത്തെ കാണിച്ചു തരണേ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതും ദൈവാനുഗ്രഹത്താൽ ഒരു കുടുംബത്തിൽ ഇരട്ട മക്കൾ തന്നെ അവരെ വിവാഹം കഴിച്ചു. അതും ദൈവാനുഗ്രഹത്താൽ. എല്ലാം മാതാവിൻ്റെ ആ സഹായവും മാതാവിൻ്റെ സംരക്ഷണവും മാതാവിൻ്റെ ഏറ്റവും വലിയ ആ നിർദ്ദേശങ്ങളും നയിക്കപ്പെടുന്ന ഒരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. എൻ്റെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധിക്കണമെന്നും റെസ്റ്റ് എടുക്കണമെന്നും
ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം മുതൽ ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. ഈ വിഷമസ്ഥിതി ഇത് മാറിക്കിട്ടണം, ഈ രോഗം മാറ്റിത്തരണം എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. വളരെ അത്ഭുതം എന്ന് പറയുക, അടുത്ത നാളിൽ അതിൻ്റെ ചെക്കപ്പ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് ഇല്ല. അത് പരിപൂർണമായിട്ടും അത് മാറിക്കിട്ടി. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അമ്മയോടുള്ള പ്രാർത്ഥനയാണ്, ആ ജപമാല പ്രാർത്ഥനയാണ് എന്നെ ആ രോഗസൗഖ്യം ലഭിച്ചതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് കിട്ടിയ ഈ രോഗസൗഖ്യം അത് വലിയ അത്ഭുതമായിട്ട് ആൾക്കാർ കേൾക്കുന്നവർക്ക് പോലും, അത് എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ പോലും പറഞ്ഞു, ഇതെത്ര വലിയ അത്ഭുതമായിരിക്കുന്നു, അത് നല്ല ബ്ലോക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഈ ചെക്കപ്പിലൂടെ അത് കണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഇങ്ങനെ മാറിയത് വലിയ ദൈവാനുഭവമാണ്, വലിയ അത്ഭുതമാണ് എന്ന് എന്നെ നോക്കിയ കാർഡിയോളജിസ്റ്റ് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. പിന്നെ എനിക്കിങ്ങനെ ഒരുപാട് ഇരുന്ന് ഇങ്ങനെ ജപമാല ചെല്ലാനായിട്ടുള്ള ഒരു സമയം കിട്ടാതെ വരുമ്പോൾ ഞാൻ കൂടുതലും ജപമാല അർപ്പിക്കുന്നത് യാത്രയിലാണ്. എനിക്ക് ഒരുപാട് യാത്രയുള്ളത് കൊണ്ട് ആ യാത്രാ അവസരങ്ങളിലെല്ലാം ഞാനിതുപോലെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. യാത്രയിലാണെങ്കിൽ ഒരു ക്ഷീണവും വരികയില്ല, ഒരു പ്രയാസവും വരികയില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ജപമാല പ്രാർത്ഥന, അത് ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും കൂടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ജപമാല ചൊല്ലിയാണ് പോകുന്നത്. അത് വലിയൊരു അനുഭവമാണ്. അങ്ങനെ മാതാവിനോടുള്ള ആ ഒരു പ്രാർത്ഥനയും മാതാവിനോടുള്ള വിശ്വാസവും, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജപമാല ഭക്തി ഒരു ജപമാല ശക്തിയാണ് എന്ന് എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഓരോ ദിവസവും ഓരോ നിമിഷവും വ്യക്തിപരമായിട്ട് മാതാവ് സഹായിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കൂടുതൽ പ്രേരണയും ഒക്കെ മാതാവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന അനുഭവങ്ങളുണ്ട്. ജപമാല ചൊല്ലി കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ പ്രത്യേകത, ആ കുടുംബത്തിൽ ഇങ്ങനെ വലിയ അലോഹ്യമോ വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മാതാവിനോടുള്ള വിശ്വാസവും മാതാവിലുള്ള ഭക്തിയും കുറയുമ്പോൾ നമ്മളിലെ ദൈവശക്തി ചോർന്നു പോകുന്ന ഒരനുഭവം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മാതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ മാർഗവും ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയും. മാതാവിനെ നമ്മൾ നമ്മുടെ നല്ല അമ്മയായിട്ട്, എൻ്റെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്നേഹിക്കണം. അങ്ങനെയാണ് നമ്മൾ അമ്മയെ കാണുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം ഒത്തിരി അനുഗ്രഹിക്കപ്പെടും എന്നുള്ള പൂർണ്ണ ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം ജപമാല മുടക്കാതെ അത് അർപ്പിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന ഒരു അനുഭവമാണ്, ജീവിതമാണ് എനിക്കുള്ളത്. ഞാൻ ഇന്നത്തെ ഈ ദിവസം വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് കിട്ടിയ ഈ സന്ദർഭവും ഒക്കെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ അമ്മയെ കൂടുതൽ അടുത്തറിയാനായിട്ടുണ്ടായിട്ടുള്ള മറ്റൊരനുഭവം എനിക്ക് പറയുകയാണെങ്കിൽ, എൻ്റെ വിവാഹം എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ വൈഫിൻ്റെ പേര് ലിസി എന്നാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്നതായിട്ടൊന്നും ഞാൻ കാണാറില്ല. ഒരു ദിവസം ഞാനിതുപോലെ വരുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഒരു ദിവസം ഞാൻ വരുമ്പോൾ ഞാൻ ഏത് പാതിരാത്രിക്ക് ഏത് രാത്രി സമയത്ത് വന്നിരുന്നാലും ഒന്ന് വിളിച്ചാൽ ഒരു പ്രാവശ്യം വിളിക്കുമ്പോഴേ വാതിൽ തുറക്കുക പതിവാണ്. ഒരു ദിവസം എന്തായിരിക്കുമോ, ഉറങ്ങാതിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജനലിൽ കൂടി നോക്കുമ്പോൾ അന്ന് ഞാൻ കണ്ടു കയ്യിൽ ഒരു കൊന്തയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതുവരെ കൊന്തയില്ലെന്നോ പ്രാർത്ഥിക്കുന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതി, അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാതെ പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതി തന്നെ ഞാൻ സത്യത്തിൽ എൻ്റെ വൈഫിൻ്റെ ആ പ്രാർത്ഥനയിൽ നിന്നാണ് ഞാനത് കൂടുതലും മനസ്സിലാക്കിയത്. ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് മാതാവിനോടുള്ള പ്രാർത്ഥന എപ്പോഴും കൊന്തയും കയ്യിൽ വെച്ച് അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് ഇഷ്ടം
അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ആരും അറിയാതെ ആരെയും കാണിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് കൂടുതൽ മാതാവിനെക്കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യം. അതുപോലെ തന്നെ മാതാവിനോട് വിശ്വാസം ഇല്ല എന്ന് പറയപ്പെടുന്ന ആൾക്കാരുണ്ട്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിക്കണോ, മാതാവിനോട് പ്രാർത്ഥിക്കണോ, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില കൂട്ടർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാനതിന് അവരോടും പ്രത്യേകമായിട്ട് ഞാൻ പറയാറുള്ളത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്യും. അമ്മ ഒത്തിരി സഹായിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് അനുഭവങ്ങൾ, ഓരോ കാര്യങ്ങൾ, കുടുംബത്തിൽ നടന്നു കിട്ടിയ കാര്യങ്ങൾ, സൗഖ്യത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ വലിയ അപകടത്തിൽ നിന്ന്, ഒത്തിരിയേറെ അപകടസന്ധിയിൽ നിന്ന് എന്നെ മാതാവ് രക്ഷിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നല്ല അമ്മയിൽ നമ്മൾ ആശ്രയം വയ്ക്കുകയും ഈ നല്ല അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ കുടുംബം ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടും എന്നതിന് ഒരു സംശയവും വേണ്ട. നമുക്കതുകൊണ്ട് ഈ അമ്മയോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് കാര്യത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒട്ടും സംശയിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ഏറെ അനുഗ്രഹിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി സമാധാനവും ഒരുപാട് ശാന്തതയും സൗമ്യതയും നൽകി ദൈവം അനുഗ്രഹിക്കുന്ന ആ വലിയ അനുഭവം, പ്രത്യേകിച്ച് നമ്മുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും തന്നെ. എനിക്ക് 5 മക്കളാണ്, എനിക്ക് 8 കൊച്ചുമക്കളുണ്ട്. എല്ലാ വിധത്തിലും അത് വളരെ സന്തോഷത്തിൽ കഴിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കുഞ്ഞുമക്കൾ പോലും കൊന്തയെല്ലുകയും സന്ധ്യപ്രാർത്ഥനയിൽ ഈ കുഞ്ഞുമക്കൾ ഒരുമിച്ചിരുന്ന് അവർ കൊന്തയെല്ലാനായിട്ട് LKG-യിലും UKG-യിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജപമാല ചെല്ലുവാനായിട്ട് ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നു. അവർക്ക് നന്നായിട്ട് ജപമാല ചെല്ലാൻ അറിയാം. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഇത് ജപമാല അർപ്പിക്കുവാൻ, അമ്മയോട് പ്രാർത്ഥിക്കുവാൻ, അമ്മയോട് ചേരുവാൻ, അമ്മയിൽ ആശ്രയിക്കുവാൻ, നല്ല അമ്മയായി, എൻ്റെ അമ്മയായി അംഗീകരിക്കുവാനുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി. അഗതികൾക്കെന്നും ആശ്രയമേ, അമ്മേ ആമല മനോഹരിയേ, അഗതികൾക്കെന്നും ആശ്രയമേ, അലിവിൻ